ഷലോം സഹോദരങ്ങളെ, ഷബ്ബാത്ത് ഷലോം. ഇന്ന് നമുക്കറിയാം അല്ലേ, ഇന്ന് ശബത്താണ്. എല്ലാ വെള്ളിയാഴ്ചയും സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ നമ്മളെല്ലാവരും ശബത്ത് ആചരിക്കുന്നവരുമാണ്. അപ്പോൾ എന്താണ് ശബത്തെന്ന് ആചരിക്കുന്നവർക്കറിയാം. അത് അറിയാത്തവർക്കായിട്ട് ബ്രീഫായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ശബത്തിനെ കുറിച്ച് പറയുകയാണ്. അതായത് നമുക്കായിട്ട് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റാണ് ശബത്ത്. ശബത്തിലൂടെ നമ്മൾ ദൈവവുമായിട്ട് ഒരു നിത്യ ഉടമ്പടിയിൽ ചേർന്നിരിക്കുന്ന സമയമാണ്. ഒരു പക്ഷേ നമുക്ക് ആ ഗിഫ്റ്റ് തന്നില്ലായിരുന്നു എങ്കിൽ ജാതികളായ നമുക്ക് ഒരു രക്ഷ കിട്ടുക തന്നെ ഇല്ലായിരുന്നു. ആബയിലേക്കുള്ള വഴിയിൽ, ദൈവത്തിലേക്കുള്ള വഴിയിൽ സ്വന്തം മക്കളുടെ കൂടെ കൂട്ടാനായിട്ട് ജാതികളായി നമുക്ക് ഇട്ട് തന്നിരിക്കുന്ന ഒരു ഏണിയാണ് ശബത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആബ മുകളിൽ നിൽക്കുക ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അതിന് തൊട്ട് താഴെ തട്ടിൽ ആബയുടെ സ്വന്തം മക്കളായ സ്വന്തം ജനമായ യഹൂദന്മാർ നിൽക്കുന്നു. എന്നാൽ നാം നിൽക്കുന്നത് അതിലൊക്കെ ഒരുപാട് താഴെയാണ്, ജാതികളുടെ കൂടെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആബയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരു ഏണി വെച്ച് ആദ്യം തന്നെ യഹൂദരുടെ അടുത്തേക്ക് എത്തണം. എന്നാൽ മാത്രമേ അവരുടെ കൂടെ ആബയുടെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഏണിക്ക് സമമാണ് ഈ ശബത്ത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഏശയ്യ 56:6 പറഞ്ഞത്, ശബത്ത് അശുദ്ധമാക്കാതെ കാത്തുകൊള്ളുകയും എൻ്റെ നിയമം പിടിച്ച് പറ്റുകയും ചെയ്യുന്ന അന്യജാതിക്കാരാ, ഞാൻ നിങ്ങളെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുപോകും. ഏശയ്യയുടെ പുസ്തകത്തിൽ വായിച്ച് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ശബത്ത് ആചരിക്കുന്ന അന്യജാതിക്കാരാ, അവിടെയാണ് നമ്മളുടെ പോയിന്റ് ഉള്ളത്, നമ്മളെ പറ്റി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശബത്ത് അശുദ്ധി കൂടാതെ ആചരിച്ചാൽ ഞാൻ നിങ്ങൾ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് ദൈവം പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറപ്പാട് 20:10 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് 4-ാം പ്രമാണമാണ് അല്ലേ. ആ 4-ാം പ്രമാണം പുറപ്പാട് സഭ പഠിപ്പിച്ചതല്ല. അപ്പോൾ ശരിക്കുള്ള 10 കൽപ്പന പഠിക്കണം. സഭ പഠിപ്പിക്കുന്നതൊക്കെ മാറ്റി പഠിപ്പിച്ചേക്കുക. അപ്പോൾ 4-ാമത്തെ കൽപ്പന എന്തായിരുന്നു? അവിടെയും 7-ാം ദിവസം വിശ്രമിക്കണം എന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ തന്നെ 7-ാം ദിവസം ശനിയാഴ്ചയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ പട്ടണത്തിൽ ഉള്ള അന്യജാതിക്കാരനും, അതായത് പരദേശിയും എന്നുള്ള അർത്ഥത്തിൽ വിശ്രമിക്കണം, നിന്നോടൊപ്പം തന്നെ വിശ്രമിക്കണം. അപ്പം അവിടെയും നമ്മളെ 4-ാമത്തെ കൽപ്പനയിലും ദൈവം നമ്മളെ ഓർത്തിട്ടുണ്ട് എന്നാണ് സന്തോഷിക്കാനുള്ള ഒരു അവസരം. മനസ്സിലായി? അപ്പം ശബത്ത് എന്നത് നമുക്കും കൂടി തന്നിട്ടുള്ള, ആബ മുൻപേ പ്ലാനിട്ട് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ശബത്ത്. ഇനി എസെക്കിയേൽ 44:9 പറയുന്നുണ്ട്, ഹൃദയത്തിൽ ശുദ്ധിയില്ലാത്ത അന്യജാതിക്കാർക്ക് ദേവാലയത്തിൽ പ്രവേശനം അനുവദിക്കില്ല. അവിടെ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ അന്യജാതിക്കാരന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ശബത്ത് എങ്കിലും ഹൃദയത്തിൽ ശുദ്ധിയില്ലാതെ അത് ആചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആബയുടെ ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശനമില്ല എന്നും കൂടി ഒരു വാണിങ്ങും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ശബത്ത് ആചരിക്കുന്ന നമ്മളെല്ലാവരും ഹൃദയവിശുദ്ധിയോടുകൂടി ആയിരിക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാണ് ദൈവം ഈ വാക്യങ്ങളിലൂടെയൊക്കെ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ശബത്ത് ആചരിക്കാതെ ഒരാൾക്ക് പോലും നിത്യരാജ്യത്തിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ശബത്ത് ആചരിക്കാതെ ബാക്കി എല്ലാ കൽപ്പനകളും ഞങ്ങൾ അനുസരിക്കുന്നുണ്ട്, ഞങ്ങൾ നീതിയുടെ മക്കളാണ് എന്ന് സ്വയം ഭാവിച്ച് സ്വർഗത്തിൽ പോകാനായിട്ട് കാത്തിരിക്കുന്നവരെ കഷ്ടം. നിങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കും. ഓരോ ശബത്തും ആചരിച്ചു കൊണ്ട് ഞങ്ങൾ ദൈവത്തിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കളിയാക്കിയിട്ട് ബാക്കിയെല്ലാം ഞങ്ങൾ ആചരിക്കുന്നുണ്ട്, ശബത്ത് ഞങ്ങൾക്കില്ല, അത് പഴയ നിയമത്തിലും യഹൂദന്മാർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് നെളിഞ്ഞിരിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞേ. ശബത്ത് കൂടാതെ ഒരുത്തനും സ്വർഗരാജ്യത്തിൽ കയറില്ല, അത് ഷുവറുള്ള കാര്യമാണ്. പിന്നെന്തിട്ടാ, അത് നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങളുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യവും ശബത്ത് ആചരിച്ച് നമ്മുടെ പാസ്പോർട്ടൊക്കെ പുതുക്കി വെച്ചിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശബ്ബാത്ത് ഷലോം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്.
അതായത് ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ അവരോടാണ് ഇന്നത്തെ ടോക്ക്. നിങ്ങൾ കുറേ സത്യങ്ങളൊക്കെ അറിയണം. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. കണ്ടുപിടിക്കാത്ത സ്ഥിതിക്ക് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അത് വിശ്വസിക്കാം. അതായത് യഹൂദൻ്റെ ബൈബിളും കയ്യിൽ പിടിച്ച് അതിലുള്ള യഹൂദനായ ദൈവത്തെയും ആരാധിച്ച് നടക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്ക് യഥാർത്ഥ യഹൂദനെ പറ്റി അറിയുമോ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? പുരോഹിതന്മാർ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ആ ബൈബിളിൽ പറയുന്ന യഹൂദരെ കുറിച്ച് അല്ലേ, അഥവാ ഇസ്രായേൽ, അത് നിങ്ങളാണെന്നായിരിക്കും നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ പറയുന്നതൊക്കെ ഞങ്ങളെ പറ്റിയാണ് എന്ന്. ദൈവം പറയുന്ന നിയമങ്ങളൊന്നും അനുസരിക്കാതെ ദൈവം തരുന്ന ഓഫറുകൾ മാത്രം സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയെടുക്കുകയാണ് ഈ ക്രിസ്ത്യാനികൾ. അതെങ്ങനെ ശരിയാകും? ദൈവം പറയുന്ന വാക്കുകളും നിയമങ്ങളും ബൈബിളിൽ പറയുന്നതൊക്കെ അനുസരിച്ചാലാണ് ദൈവം തരുന്ന ഓഫറിന് അർഹയുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ്? ബൈബിളിൽ പറയുന്ന ഇസ്രായേൽക്കാർ നിങ്ങളാണ്. യേശുവായുടെ ക്രൂശ് മരണത്തിന് ശേഷം സ്വന്തം മക്കളെ ദൈവം തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളെ ദത്തെടുത്തു. ഇതൊക്കെയാണ് നിങ്ങൾ പുരോഹിതന്മാരും സഭയും പഠിപ്പിക്കുന്നത് അല്ലേ. പക്ഷേ ഇതൊരു കൺകെട്ടൽ വിദ്യ മാത്രമാണ്. സാത്താൻ്റെ കള്ളക്കെണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ അതിൻ്റെ ഹിസ്റ്ററിയാണ് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് യേശുവായുടെ മരണശേഷം വളർന്ന ആ ക്രിസ്ത്യാനിറ്റി, അതായത് ആദിമ ക്രൈസ്തവരുടെ കാര്യം ഞാൻ പറയണേ, അവർ വളർന്നു കഴിഞ്ഞാൽ അതിലൂടെ സാത്താൻ വെറുക്കുന്ന യഹൂദമതം കൂടുതൽ പ്രചരിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ ആ സാത്താൻ അവൻ കളിച്ച കളിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിലൂടെയും അവൻ്റെ അമ്മ ഹെലീനയിലൂടെയും അവരുടെ കുബുദ്ധിയിൽ ഉണ്ടാക്കിയെടുത്ത ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി. ആ ഒരു സംഭവമാണ് നിങ്ങളെ ഇങ്ങനെ ആക്കി മാറ്റിയത്. കണ്ണടച്ച് രാത്രിയാക്കി ഇരുട്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ നിയമങ്ങളൊന്നും അനുസരിക്കാതെ, ബൈബിൾ അനുസരിക്കാതെ, യഹൂദനെ ഫോളോ ചെയ്യാതെ എങ്ങനെ സ്വയം യഹൂദനായിട്ട് ഇസ്രായേലായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും? അതായത് കുറ്റം പറയുന്ന നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് അന്വേഷിക്കാനെങ്കിലും നിങ്ങൾ മുതിരണം. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെയാണ് ദൈവത്തിന് ആവശ്യമല്ലേ. അങ്ങനെയല്ലേ വചനം പറയുന്നേ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഉൾക്കണ്ണ് തുറന്നിട്ട് ഇസ്രായേലാകാനുള്ള അവകാശം കിട്ടുകയുള്ളൂ. ഇന്നത്തെ വിദ്യാസമ്പന്നരായ നിങ്ങൾ എല്ലാവരും നാട്ടിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ കാശിനായിട്ട് ഇങ്ങനെ പോകുന്നവരാണല്ലേ. അപ്പോൾ അവർ എൻ്റർടൈൻ സമയങ്ങളിലൊക്കെ റീൽസും മറ്റും കാണുമ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പലതും സെർച്ച് ചെയ്ത് പോകാം ശാസ്ത്രീയപരമായിട്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? അതായത് നിങ്ങളുടെ മതം ക്രിസ്ത്യനാണല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ആ ക്രിസ്ത്യാനിറ്റി അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? നിങ്ങൾ യേശു എന്ന് വിളിക്കുന്ന യേശുവിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് എന്തായിരുന്നു? ഒരാളുടെ പേരും ഈ ലോകത്ത്, അറ്റ്ലീസ്റ്റ് സാത്താൻ്റെ പേര് പോലും എല്ലാം ഒന്ന് തന്നെയാണ്. ഏത് ഭാഷയിലായാലും എല്ലാ ആൾക്കാരുടെയും പേരുകൾ എല്ലാ ഭാഷയിലും ഒന്ന് തന്നെയാണ്, നെയ്യും. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ യേശുവായുടെ പേര് മാത്രം പല ഭാഷയിൽ പലതാണ്. അപ്പം അതൊരു സംശയം വരും. അങ്ങനെ സ്വന്തം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പേരെങ്കിലും എന്തായിരുന്നു? യഹൂദനായിരുന്നല്ലോ യേശുവ. അപ്പോൾ എന്തായിരുന്നു മനുഷ്യനായി ജീവിച്ചിരുന്നപ്പോൾ ശരിക്കുള്ള പേര് എന്ന് എങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതുപോലെ ആരാണ് ഈ ഇസ്രായേലിനെ കുറ്റം പറയണമല്ലോ. അപ്പോൾ ആരാണ് ഈ ഇസ്രായേൽ? എന്നാണ് ആ രാഷ്ട്രം ഉണ്ടായത്? അതെങ്ങനെ ഉണ്ടായി? ഒന്നുമില്ലെങ്കിലും ബൈബിൾ ഉണ്ടായതിനു ശേഷം, അതായത് ബൈബിൾ അവസാനിച്ചല്ലേ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിനൊക്കെ ശേഷം, ഈ ഇസ്രായേലിന് എന്തു പറ്റി? പിന്നീട് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇസ്രായേൽ രൂപം കൊണ്ടത്? ഇതൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത്, പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നിങ്ങൾ യഹൂദനെ കുറ്റം പറയുക. അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് വിധി തേടേണ്ടി വരും മക്കളെ. അത് ഷുവറാ. അതായത് നിങ്ങൾക്കറിയാം
ഇസ്രായേൽ രൂപം കൊണ്ടത് യാക്കോബിൻ്റെ 12 മക്കളുടെ 12 ഗോത്രങ്ങളിൽ നിന്നാണല്ലേ. അപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, അതായത് സാത്താൻ്റെ ഭരണത്തിന് കീഴിൽ നിന്ന് നീതിമാന്മാരെ രക്ഷിക്കാനായിട്ട് ദൈവമിട്ട പദ്ധതിയായിരുന്നു യേശുവ. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരിക എന്നുള്ളത് അത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ദൈവത്തിന് മനുഷ്യനായിട്ട്, യഹൂദനായ മനുഷ്യനായിട്ട് പിറക്കാനായിട്ട് ദൈവം ഹിതമായിട്ട് ദൈവം ഉണ്ടാക്കിയെടുത്ത ഒരു ജനത അതായിരുന്നു ഇസ്രായേൽ. അത് നിങ്ങൾക്ക് ബൈബിള് വായിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാകും. വേറെ ഏതെങ്കിലും ജാതിയിലല്ലോ വന്ന് പിറന്ന, യഹൂദനിലാണ് വന്ന് പിറന്നത് ദൈവം. ആ ദൈവം യഹൂദനെ തുടക്കം മുതലേ നമുക്ക് ഏതൻ തോട്ടം തുടങ്ങിയേ വായിച്ച് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ആ ഒരു ജനതയെ ദൈവം രൂപപ്പെടുത്തിയെടുത്തു എന്ന്. അടിമത്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷിച്ച് ആ മക്കളെ കാനാൻ ദേശമായ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ അവർക്കായിട്ട് ദൈവം കൊടുത്ത ആ വാഗ്ദത്ത ഭൂമിയായ അത് ഏദൻ തോട്ടമായിരുന്നു, നമുക്കറിയാം അല്ലേ. യെരൂശലേം മുമ്പ് ഏദൻ തോട്ടമായിരുന്നു. പണ്ട് കെരൂബുകളെ കൊണ്ട് കാവൽ നിർത്തിച്ച് സാത്താൻ ഇടം കൊടുക്കാതെ കാത്തു സൂക്ഷിച്ച ഇസ്രായേലിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവന്ന കഥ ബൈബിളിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി യേശുവായുടെ മരണശേഷം ഉണ്ടായ ആദിമ ക്രൈസ്തവര് പിന്നീട് നമുക്കതിൽ കാണാം ലോകാവസാനത്തേക്ക് മുദ്രയിട്ട് മാറ്റി വെച്ചിരുന്ന വെളിപാടും. അപ്പോൾ ഇതാണ് ബൈബിള്. അത്രയും വരെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ബൈബിള് വായിക്കുന്നവരാണെങ്കിൽ ഇതെങ്കിലും അറിയുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ അന്വേഷിച്ചോ പിന്നീട് എന്താണ് സംഭവിച്ചത് ഇസ്രായേലിന്. നിങ്ങൾക്കറിയാം യേശുവായുടെ മരണകാലത്ത് യഹൂദർ റോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നു അല്ലേ. അവിടെ യേശുവായുടെ മരണത്തിന് ശേഷം റോമൻ ഭരണത്തോട് യഹൂദർക്ക് ഭയങ്കര എതിർപ്പാണ് ഉണ്ടായത്. എതിർപ്പ് വർദ്ധിച്ചു. പല പല കലാപങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. റോമക്കാർ യെരുശലേം ദേവാലയം ആക്രമിച്ചു, രണ്ടാമത്തെ ദേവാലയം. അതൊക്കെ കർത്താവിൻ്റെ പ്രവചന നിവൃത്തിയായിരുന്നു. നമുക്കത് വായിച്ചാൽ അറിയാം അല്ലേ. പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം ദേവാലയം. ആയിരക്കണക്കിന് യഹൂദര് കൊല്ലപ്പെട്ടു. ഇത് യേശുവായുടെ മരണശേഷം ബൈബിളിൽ ഇല്ലാത്ത പിന്നീടുണ്ടായ ഹിസ്റ്ററിയാണ്. നിങ്ങൾക്കും അത് സെർച്ച് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ പല യഹൂദന്മാരും AD 70 സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തായി യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലേക്കൊക്കെ കുടിയേറി പാർത്തു. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ കലാപങ്ങൾ കൂടി വന്നപ്പോൾ AD 135 ഈ റോമൻ ഭരണകൂടത്തിനെതിരെ യഹൂദര് വീണ്ടും പോരാടി. പക്ഷെ അവർ തോറ്റുപോയി. അപ്പം അതിനുശേഷം യെരുശലേമിൽ യഹൂദന്മാർക്ക് പ്രവേശനം പോലും നിയന്ത്രിച്ചു. എന്നാൽ ഈ സമയങ്ങളിൽ ശിഷ്യന്മാർ ഇങ്ങനെ ലോകമെങ്ങും പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയങ്ങളിൽ അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അവരുടെ സമയമല്ല, അതെല്ലാം കഴിഞ്ഞു. AD 135 അപ്പോൾ ആദിമ ക്രൈസ്തവരുടെ ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ തങ്ങളുടെ രാജാവായ യേശുവായ ആണ് റോമൻസ് കുരിശിൽ തറയ്ക്കാനായിട്ട് വിധിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, യഹൂദര് കുറ്റം ചാർത്തിയെങ്കിലും കൊല്ലാനായിട്ട് വിധിച്ചത് റോമൻ സാമ്രാജ്യമാണ്. അപ്പോൾ റോമാക്കാരാണ്. അപ്പോൾ അത് പിന്നീട് തങ്ങളുടെ ദൈവത്തെ എന്ന് അല്ല, തങ്ങളുടെ രാജാവിനെ, യഹൂദ രാജാവിനെയാണ് റോമൻസ് ക്രൂശിന് വിധിച്ചത് എന്ന് കുറേ യഹൂദന്മാരെങ്കിലും മനസ്സിലാക്കിയിട്ട് ദൈവമായിട്ട് അവർ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ യേശുവായെ. അതല്ല ഞാൻ പറയുന്നത്, തെറ്റാണ്. ഈ ദൈവമല്ല, തങ്ങളുടെ രാജാവ് എന്നുള്ള ഒരർത്ഥത്തിൽ. അപ്പം അങ്ങനെ ഉള്ള ഒരു ഇത് നടന്നുകൊണ്ടിരിക്കും. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തകർച്ച തന്നെ അവിടെ കാരണമാകുമെന്ന് ഈ റോമൻ രാജാക്കന്മാർക്ക് മനസ്സിലായി, റോമൻ രാജാവിന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ എൻട്രി വരുന്നത്. ആ രാഷ്ട്രീയ തകർച്ച ഇല്ലാതിരിക്കാനായിട്ട് AD 313 ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിറ്റിക്ക് ഒരു മതസ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന വ്യാജേന അതുവരെ ആദിമ ക്രൈസ്തവർ വിശ്വസിച്ചിരുന്ന പല ദിവസങ്ങൾ, അപ്പോൾ ക്രൈസ്തവ വിശ്വാസം തങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് ഈ റോമൻസ് അതുവഴി പറഞ്ഞത്. പക്ഷെ അവർ ഒരു കുറേ അഴിച്ചുപണികൾ ചെയ്തിട്ടാണ് ഇത് ഏറ്റെടുത്തത്. അതായത് ആദിമ ക്രൈസ്തവർ യഹൂദന്മാരെ പോലെ തന്നെയായിരുന്നു കേട്ടോ.
പിന്നീടാണ് അതിന് മാറ്റം സംഭവിച്ചത്. അപ്പോൾ ആദിമ ക്രൈസ്തവർ യഹൂദന്മാരുടെ പോലെ വിശ്വസിച്ചിരുന്ന പല ദിവസങ്ങളും ആചാരങ്ങളും റോമൻസ് വിശ്വസിച്ചിരുന്ന ദേവന്മാരുടെയും ദേവതകളുടെയും ദിവസത്തിലേക്ക് തന്ത്രപൂർവം മാറ്റി. അങ്ങനെ മാറ്റി. അന്ന് മുതലാണ് ക്രിസ്ത്യാനിറ്റി സ്റ്റാർട്ട് ചെയ്തത്, ഇന്നത്തെ ക്രിസ്ത്യാനികൾ. അത് ഉദാഹരണമാണ് ഈ ശബത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം ശനിയാഴ്ചയാണെന്ന്, അത് സൺഡേ ആക്കി. പിന്നെ അവരുടെ ഇസ്താർ ദേവതയുടെ തിരുനാളാണ് ഈസ്റ്റർ ആക്കി. അവർ ആഘോഷിച്ചിരുന്ന സൂര്യദേവൻ്റെ ജനനമാണ് ഡിസംബർ 25. ആ ദിവസം ക്രിസ്മസ് എന്ന് പറഞ്ഞ് അത് യേശുവായുടെ ജനനത്തിരുനാളാക്കി. അങ്ങനെയുള്ള കുറേ നിയമങ്ങൾ, ദൈവിക നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മാനുഷിക നിയമങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് എന്താ പറയുക, ഒരു സാത്താനികമാക്കി മാറ്റി ക്രിസ്ത്യാനിറ്റിയെ. അങ്ങനെ AD 325 നിക്യാ വിശ്വാസ പ്രമാണത്തിലൂടെ ഇതെല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അന്ന് മുതലുണ്ടായ സഭയാണ് ആ വളർന്ന് ഇന്നത്തെ അവസ്ഥയിലായി നിൽക്കുന്നത്. അപ്പം അവർ പഠിപ്പിക്കുന്ന പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ബൈബിളിലും ഓപ്പോസിറ്റാണ്. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ ആദ്യം ക്രിസ്ത്യാനി വായിക്കണം. ക്രിസ്ത്യാനി, അതായത് പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കരെന്ന് തന്നെ പറയാം, ക്രിസ്ത്യാനി ഈ ബൈബിള് വായിക്കണ പ്രശ്നമില്ല. അതിലേക്ക് ഈ പ്രധാനപ്പെട്ട രേഖകൾ, കറണ്ട് ബില്ല്, അങ്ങനെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കും. കാരണം അത് അങ്ങനെ എപ്പോഴും എടുക്കാത്തൊരു പുസ്തകമാണ്. എന്നിട്ട് ചടങ്ങ് പോലെ വേണമെങ്കിൽ കുടുംബ പ്രാർത്ഥനയിൽ അതൊന്ന് ഈ തത്തമ്മ ചിലെടുക്കണ പോലെ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ പുരോഹിതൻ വായിക്കുന്നത് അതൊന്ന് കേൾക്കും. അവർ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങും എന്നല്ലാതെ ബൈബിൾ എടുത്ത് പഠിക്കുന്ന ഒരു രീതി ഒരു ക്രിസ്ത്യാനിക്കില്ല. അപ്പോൾ സഭ പഠിപ്പിക്കുന്നതൊക്കെ തന്നെയാണ് ബൈബിളിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി സമൂഹമാണ് ഇന്ന് ഭൂരിഭാഗമുള്ള എല്ലാ മക്കളും. അപ്പോൾ ഇതിലൂടെ എന്ത് സംഭവിച്ചോ, ഒരു പക്ഷേ സാത്താൻ്റെ ലക്ഷ്യം, ഒരു പക്ഷേ എന്നല്ല സാത്താൻ്റെ ലക്ഷ്യവും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ യഹൂദന്മാരെന്ത് ചെയ്തു? യഹൂദന്മാരും ക്രിസ്ത്യാനികളും വേർപെട്ട ഒരു മതസമൂഹമായി മാറി ഈ സംഭവത്തിലൂടെ. അതായത് ദൈവം തോറയിലൂടെ പഠിപ്പിച്ച, സ്വന്തം ജീവൻ കൊടുത്ത് നേടിയ സ്വന്തം മക്കള് അല്ലേ ഈ ചെറിയ സമൂഹമായിട്ട് മാറാനുള്ള കാരണം ഇതിനു വേണ്ടിയിട്ടാണ്. കാരണം അവർ പഠിച്ചതിലും വിപരീതമായിട്ടാണ് ഈ സഭ പഠിപ്പിക്കുന്നത്. അവരപ്പോൾ തിരിച്ചു പോയി യഹൂദന്മാർ. പക്ഷേ ക്രിസ്ത്യാനികൾ ഈ ചതിയിൽ കൂടിക്കിടന്ന് അവർ ഇവരുടെ കൂടെ തന്നെ വന്ന്, അങ്ങനെയാണ് ക്രിസ്ത്യാനികളും യഹൂദന്മാരും വേർപെട്ട ഒരു മതസമൂഹമായിട്ട് മാറിയത്. കർത്താവ് സ്വന്തം ജീവൻ കൊടുത്തുണ്ടാക്കിയ സമൂഹമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അത് അങ്ങനെ വളരെ ഒരു ചെറിയ സമൂഹത്തിലേക്ക് എന്താ പറയുക മാറിപ്പോയി, ഒരു ചെറുതായിട്ട് മാറി. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്ന സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും അതിലൂടെ പോകുന്നവർ കുറച്ച് പേര് ഉണ്ടാവുള്ളൂ എന്ന് കർത്താവ് പറയണേ. ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം അന്നാണ്. അപ്പോൾ സ്വന്തം കൈ ദൈവത്തിന് പിടിക്കാൻ കൊടുക്കാതെ ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കാൻ ആഗ്രഹിച്ച ക്രിസ്ത്യാനികളെല്ലാവരും ലോകത്തിൻ്റെ കൂടെ അന്ന് പോകാനുള്ളൊരു കാരണമായി മാറി. ലോകത്തിൻ്റെ സുഖങ്ങളും ലോകം പറയുന്നത് കേട്ട് കർത്താവിൻ്റെ കൈയും പിടിച്ച് അവരവരുടെ വഴിക്ക് പോയി. എന്നാൽ വിശ്വാസം മുറുകെ പിടിച്ച യഹൂദര്, അതായത് അവർ ദൈവത്തിനെ ഏൽപ്പിച്ചേക്കാം. അപ്പോൾ ദൈവമാണ് മുറുകെ പിടിച്ചേക്കുന്നത്. അവർക്ക് സുഖങ്ങളോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൈ പിടിച്ച് പോകാൻ പറ്റില്ല. കർത്താവ് അവരുടെ കൈ പിടിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാതെ എപ്പോഴും നമ്മളുടെ കൈ ആവയോട് പിടിക്കുക ആവ എന്ന് പറയണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിട്ടു പോയാലോ, ആവ മുറുക്കെ പിടിച്ച് ഞങ്ങൾ പോവില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം കൈ ആവയ്ക്ക് കൊടുക്കണം. അപ്പോൾ അന്ന് മുതൽ ഈ വിശ്വാസം മുറുകെ പിടിച്ച യഹൂദര് പിന്നീട് ഉണ്ടായത് ചിതറിപ്പാർത്ത് പല രാജ്യങ്ങളിലേക്കും പോകേണ്ടി വന്നു. മൃഗീയമായ പല പീഡനങ്ങൾക്ക് അവർക്ക് വിധേയരാകേണ്ടി വന്നല്ലേ. നമുക്കറിയാലേ ഒരുപാട് കാര്യങ്ങൾ. ദൈവമേ, അതൊക്കെ കേൾക്കുമ്പോൾ എന്തോരം അവർ സഹിച്ചിട്ടുണ്ടെന്നറിയോ, ഹിറ്റ്ലറൊക്കെ അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്തു. അവരിലൂടെ എല്ലാ രാജ്യത്തിലേക്കും കണ്ടുപിടുത്തങ്ങൾ, വികസനങ്ങൾ എല്ലാം കൊണ്ടുവന്നിരുന്നു. നിങ്ങൾക്കറിയാൻ പറ്റും, സ്വന്തം മക്കളെ വിഭജിച്ച് കൊടുത്ത് പുറം ജാതിക്ക് രക്ഷയൊരുക്കിയ ഒരു പിതാവിൻ്റെ സ്നേഹം. നിങ്ങൾ ചരിത്രം വായിച്ച് തിരിച്ചറിയുക നിങ്ങൾ. അതായത് ഒരു 90% കണ്ടുപിടുത്തങ്ങളും യഹൂദൻ്റെ സംഭാവനയാണ്. യഹൂദൻ ഇടിക്കാത്ത പലതിൻ്റെ ബേസായിട്ടുള്ള കാര്യങ്ങൾ യഹൂദൻ കണ്ടുപിടിച്ചിട്ടുള്ള വെച്ചതാണ്. ഞങ്ങൾക്കത് അറിയാൻ പറ്റും. ബേസിക്കാക്കിയിട്ട് എന്തൊക്കെ ദൈവം ഉണ്ടാക്കിയ എല്ലാം അതിനെ വികസിപ്പിച്ചെടുക്കാൻ ഈ സാത്താൻ ജനതയ്ക്ക് സാധിക്കുള്ളൂ.
ദൈവം, അതായത് എന്തിൻ്റെയും ബേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുപോലെ തന്നെയാണ് പല കണ്ടുപിടുത്തങ്ങളുടെയും ബേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് യഹൂദൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അങ്ങനെ ലൂസിഫർ എന്നും ദൈവത്തിൻ്റെ വളരെ താഴെ കിടക്കുകയാണെങ്കിലും അവനെ എപ്പോഴും കള്ളത്തരം പറഞ്ഞ് ബോഷ്ക്ക് പറഞ്ഞ് ദൈവത്തെക്കാൾ വലുതാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് അവൻ്റെ. അപ്പോൾ അതിനാൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പല വഴിയിലൂടെ അത് തിരയണം. ഒരു വഴിയിൽ മാത്രം നമ്മൾ തിരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഷ്ക്ക് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഗൂഗിളിലായാലും ChatGPT അങ്ങനത്തുള്ള പല കാര്യങ്ങളിലും ചില കാര്യങ്ങളിലേക്ക് പോയാൽ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതായിരിക്കും, പക്ഷെ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഊന്നി പോകാൻ കണ്ട അവൻ്റെ തനിസ്വഭാവം പുറത്ത് കാണിക്കുന്നത് കാണാം. നീ എന്താ ഇങ്ങനെ പറയണേ, ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയും. ഇന്നലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ കാര്യങ്ങൾ കുറച്ച് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവൻ ഇലുമിനാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രീ മേസൺസിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ അവൻ്റെ തനിസ്വഭാവം നമ്മളെ കാണിച്ചു തരും. അതായത് എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ എന്താ അങ്ങനെ ചിന്തിക്കുന്നത്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയാം. അപ്പോൾ അതായത് ഫുൾ ബോഷ്കാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് പല വഴിയിലൂടെ സെർച്ച് ചെയ്യണം. ബുക്സ് വായിക്കാം, മൊബൈലും മാത്രമല്ലല്ലോ അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല വഴിയിലൂടെ സെർച്ച് ചെയ്യണം. കാരണം ഇതിനെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അതായത് വെളിപാട് 13:5 വ്യക്തമായിട്ട് പറയുന്നത് വെളിപാടിൽ. അതായത് അവിടെ പറയുന്നത് ഇൻ്റർനെറ്റിനെ കുറിച്ചാണ്. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഇൻ്റർനെറ്റാണ് അത് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അത്ഭുതം പോലെ നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അദൃശ്യമായിട്ട് സംഭവിക്കും നിങ്ങൾക്ക്. അതായത് ദൈവത്തെ അന്വേഷിക്കുന്നെന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. തൻ്റെ മകൾ എന്നെ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ ഒരു റൈറ്റ് വേ, ഒരു യഥാർത്ഥ ശരിയായ വഴി ദൈവം നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങളെ ദൈവം വഴി നടത്തും. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ, നിങ്ങൾക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, ദൈവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ വിഷയത്തിലോട്ട് വരാം. അതായത് അന്ന് അങ്ങനെ ചിതറിപ്പോയി യഹൂദ ജനത പല രാജ്യങ്ങളിലേക്ക്. അവിടെ കുറേ പീഡനങ്ങൾ സഹിച്ച് അതോടൊപ്പം തന്നെ പല വികസനങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കഴിയുകയായിരുന്നു. 1948 ഐക്യരാഷ്ട്രസഭ അവരുടെ സ്വന്തം രാജ്യം തിരിച്ചു കൊടുത്തത്. അത് കൊടുക്കുമ്പോൾ മരുഭൂമിയായിരുന്നു, വളരെ കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. അതും അവർ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. അതായത് 1947 യുണൈറ്റഡ് നാഷൻ ഒരു രൂപ പദ്ധതി ഉണ്ടാക്കി. അതായത് പാർട്ടീഷൻ പ്ലാൻ ഓഫ് പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് പാലസ്തീൻ പ്രദേശം യഹൂദ രാജ്യവും അറബ് രാജ്യവുമായിട്ട് അവർ വിഭജിച്ചു. ചില യഹൂദ സംഘടനകൾ അറബ് ഭൂമി ഉടമകളിൽ നിന്ന് നിയമപരമായിട്ട് ആ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ചു. അതായത് 1940 ആ കാലഘട്ടത്തിൽ. പക്ഷേ യുണൈറ്റഡ് നാഷൻസ് തീരുമാനം എടുത്തപ്പോൾ അറബ് നേതാക്കൾ അത് സ്വീകരിച്ചില്ല. അവർ നിരസിച്ചു. അവർക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല, ഇങ്ങനെ രണ്ടാക്കി തിരിക്കുന്ന ഒരു കാര്യമൊക്കെ. ഉടൻ തന്നെ എന്തുണ്ടായി? അറബ് ഇസ്രായേൽ യുദ്ധം തുടങ്ങി. ആ ഭൂമിയുടെ നിയന്ത്രണം, യുദ്ധത്തിൻ്റെ ഫലം എന്താണോ അതായിരിക്കട്ടെ എന്നാണ് ലോകത്തിൻ്റെ തീരുമാനം ഉണ്ടായത്. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. അന്ന് മുതൽ കർത്താവ് അവരെ തിരിച്ചു കൊണ്ടുവന്നു മക്കളെ. അന്ന് മുതൽ കർത്താവ് അവരുടെ കൂടെയുണ്ട്. 1948 ഇസ്രായേൽ രാഷ്ട്രമായിട്ട് മാറി. അന്ന് പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. അതായത് ജനസംഖ്യ തികയ്ക്കാനായിട്ട് യഹൂദ സംഘടനകൾക്ക് എല്ലാ രാജ്യത്തു നിന്നും കുടിയേറി പാർത്ത യഹൂദരെയൊക്കെ തിരിച്ചു വിളിക്കേണ്ടതായിട്ട് വന്നു. ലോ ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യഹൂദരായിട്ടില്ല എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്തവരും കൂടെ, പക്ഷെ യഹൂദരല്ലാത്ത പലരും കൂടെ അതിലൂടെ കയറി വന്നു എന്നതാണ് ഒരു സത്യം. അതായത് പല ജാതികളിലും ഇടകലർന്നു പോയ യഥാർത്ഥ യഹൂദരല്ലാത്തവർ, പൈസ കൊടുത്ത് യഹൂദരായവർ എന്ന് വേണ്ട, ഇങ്ങനെ പലരും കൂടിച്ചേർന്ന് അന്ന് കയറി വന്നു. ചുരുക്കം പറഞ്ഞാൽ യഥാർത്ഥ യഹൂദര്, ദൈവത്തിൻ്റെ മക്കള് അവിടെ ഇസ്രായേലിൽ വളരെ ചെറിയ ഒരു ജനതയേ ഉള്ളൂ. യെരുശലേം 1967 അവർക്ക് കിട്ടിയത്. അതായത് ഇസ്രായേൽ ജോർദാൻ ആയിരുന്നു ആ ഒരു പ്രവിശ്യയുടെ അധികാരം. അപ്പോൾ ഇസ്രായേൽ ജോർദാനിൽ നിന്ന് ഈ കിഴക്കൻ യെരുശലേം പിടിച്ചെടുത്തത് 1967. അപ്പോൾ അതിലൂടെയാണ് ഈ ദേവാലയത്തിൻ്റെ ശേഷിച്ച ഭാഗം, നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന വെസ്റ്റേൺ വാൾ, തിരിച്ചു കിട്ടിയത്.
പക്ഷേ ആ ദേവാലയത്തിൽ കുടിയേറി പാർത്തിരിക്കുന്ന സാത്താൻ ഇന്നും അവിടെ തന്നെ ഉണ്ട്. നമുക്കറിയാം അല്ലേ, അലക്സ മോസ്ക്. അപ്പോൾ ഇതൊക്കെ പ്രവചന നിവൃത്തിയാണ് കേട്ടോ. ഇതൊക്കെ ബൈബിളിൽ ഇഷ്ടം പോലെ പറയുന്ന കാര്യങ്ങളാണ് പല പല സ്ഥലത്തായിട്ട് അല്ലേ. അതായത് ഈ അലക്സ മോസ്കിൽ സാത്താൻ കയറിയിരിക്കുന്ന കാര്യം കുറേ സ്ഥലത്ത് പറയുന്നുണ്ട്. മത്തായി 24:15 പറയുന്നു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. ലോകാവസാനത്തിൻ്റെ ലക്ഷണം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറയണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകാവസാനമായി, നിങ്ങളതിനുള്ള തിരിച്ചറിവ് നിങ്ങൾ അപ്പം നേടിക്കോളാൻ പറയാണ്. അപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി കേട്ടോ. അപ്പോൾ 2 തെസ്സലോനിക്കർ 2:4 ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട്, വ്യക്തമായിട്ട് അവിടെ പറയാണ്, ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലതിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. സാത്താനെ കുറിച്ച് പറയുന്ന അതാണ് അവിടെ നിറവേറി കിടക്കുന്നത് ജെറുസലേം ദേവാലയത്തിൽ എന്ന് അവൻ കയറിയിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഇതൊക്കെ അതിനെപ്പറ്റി പറഞ്ഞാണ്. ഇസ്രായേലിൽ തിരിച്ചുവരവും പലയിടത്തും ബൈബിളിൽ പറയുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എസെക്കിയേൽ 37:1-14 വരെ നിങ്ങളെ നിങ്ങളുടെ ദേശത്തേക്ക് കൊണ്ടുവരും എന്നാ പറയുന്നത്. എസെക്കിയേൽ 36:24 ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് എടുക്കും, ജനത്തെ അവരുടെ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ജാതികളിൽ നിന്ന്, ചിതറിപ്പോയ ജാതികളിൽ നിന്ന് എടുക്കും. പിന്നെയും ജെറമിയ 30:3 എൻ്റെ ജനത്തെ അവരുടെ ദേശത്തേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. പിന്നെ യേശയ്യ 11-ാമത്തെ അധ്യായത്തിലെ 11-12 കേട്ടോ. കർത്താവ് വീണ്ടും തൻ്റെ ജനത്തെ സമാഹരിക്കും ലോകത്തിൻ്റെ 4 കോണുകളിൽ നിന്ന്. പിന്നെ ആമോസ് 9-ാം അധ്യായം 14-15 ഞാൻ എൻ്റെ ജനത്തെ അവരുടെ ദേശത്തിൽ നട്ടുവെക്കും, അവർ ഇനി പുറത്താക്കപ്പെടുകയില്ല. അപ്പം ഇതൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ തിരിച്ചുവരവിനെ പറ്റി നമ്മൾ ഉദാഹരണ സഹിതം പറയുന്ന കുറേ കാര്യങ്ങളാണ് ബൈബിളിൽ ഇതൊക്കെ. ഇനി നിങ്ങളെക്കുറിച്ചിട്ട്, അതായത് ഇതൊന്നും വിശ്വസിക്കാത്തവരെ കുറിച്ചിട്ട്, സത്യം അറിയാതെ സത്യം വിശ്വസിക്കാതെ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നവരെ കുറിച്ചും ഞാനിപ്പോൾ വായിച്ച ഈ ബൈബിൾ വാക്യത്തിൻ്റെ അടിയിൽ പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2:11 പറയാണ്, സത്യം വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അതായത് സത്യം പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകാത്തവർക്ക് ന്യായവിധിക്ക് വേണ്ടിയിട്ട് കർത്താവ് മാറ്റി നിർത്താണ്. അതിനു വേണ്ടിയിട്ട് അവർക്ക് ആ നുണ വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യാപാര മാനസിക ഒരു പരുവത്തിലാക്കുമെന്നാണ് ചുരുക്കം. അപ്പം അതുകൊണ്ടായിരിക്കും പലർക്കും ഇത് പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്. ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ വേറെ കുറേ അർത്ഥങ്ങൾ വ്യത്യാസമുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് അങ്ങനെയായിരിക്കാൻ തോന്നുന്നത്, പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് കർത്താവ് തിരഞ്ഞെടുത്തവർക്കാണ് ഈ ഒരു വ്യൂവിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. അവർക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരെ സഭ പഠിപ്പിച്ച ഒരു വ്യൂവിലൂടെയാണ് അവർക്ക് തോന്നുന്നത്, അവർ ആ ഒരു ഇതിലേക്ക് പോകുന്നത്. അതിനാണ് ഇവിടെ പറയുന്നത്, ആ നുണ, ആ ഭോഷ്ക് വിശ്വസിക്കേണ്ട വിധത്തിലേക്ക് അവരെ ദൈവം ആക്കുന്നത് അവരെ ന്യായവിധിയിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന്. അപ്പോൾ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നീട് സംഭവിച്ചത്. ഇനി ലാസ്റ്റ് പറയാം, നിങ്ങൾക്കൊരു ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് കുറച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസാണ്, അതിനൊരു ആൻസറാണ് പറയണേ. അതായത് പലരും പറയുന്നുണ്ട്, ഇപ്പോൾ ചില ജെഫ്രി എപ്സ്റ്റീനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എന്താ പറയുക, ലൈംഗികമായി പീഡിപ്പിക്കുന്നവർ. പിന്നെ നമ്മളൊരു ഐലൻഡിനെ പറ്റി കേട്ടില്ലേ, ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർ അവിടെ വന്ന് കുഞ്ഞുങ്ങളെയൊക്കെ യൂസ് ചെയ്യുന്നതും അതുപോലെ അവരെയൊക്കെ കൊന്ന് ഭക്ഷിക്കുന്ന, മനുഷ്യയിറച്ചി കഴിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ പലരുടെയും പേരൊക്കെ എടുത്തിട്ട് അതൊക്കെ യഹൂദരായിരുന്നു അല്ലെങ്കിൽ യഹൂദന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ വിശുദ്ധന്മാരാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട്, അപ്പോൾ ഇവരെയൊക്കെ നോക്കി ഇവരൊക്കെ എന്ത് വൃത്തികേടാ കാണിക്കുന്നത്. അപ്പോൾ സാത്താൻ സഭയിൽ അംഗത്വമുള്ള പല യഹൂദന്മാരുണ്ടല്ലോ, അവരെന്താ അങ്ങനെയായേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരോടുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ 1948 രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ യഹൂദനല്ലാതിരിക്കെ യഹൂദരാണെന്ന് പറഞ്ഞ് പലരും യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. അവരെക്കുറിച്ചും വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങൾ പോയി വായിച്ചു നോക്ക്. വെളിപാട് 2:9 പറയാണ്, തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു.
അവിടെ എഴുതി വെച്ചേക്കുന്നതാ. ഇനിയുണ്ട് വെളിപ്പാട് 3:9 യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. കേട്ടോ, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയാനും സംഗതി വരുത്തും. അപ്പം ഇതൊക്കെയാണ് സത്യം. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് പേര് വിളിക്കുന്ന കുറേ പേരുണ്ട്. സാത്താൻ്റെ പള്ളി, അവർ കുറേ പേരൊക്കെ ഈ സാത്താൻ സഭയിൽ അംഗത്വം ഉള്ളവരുമാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ തിരിച്ചറിയും എന്ത്, ഞാൻ നിന്നെ കാക്കുന്നു, അവർ നിന്റെ കാലുക്കൽ വന്ന് വീഴും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു അവർക്ക് മനസ്സിലാകും എന്നൊക്കെയാണ് കർത്താവ് പറയുന്നത് ഇസ്രായേൽക്കാരെ കുറിച്ച്, യഹൂദനെ കുറിച്ച് പറയുന്നത്. അപ്പം പക്ഷെ ഇതൊക്കെ വായിക്കണമെങ്കിൽ ആദ്യം ബൈബിൾ, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ആദ്യം ബൈബിൾ വായിക്കണം. ഒരു കാര്യം കണ്ടാൽ നിങ്ങളത് സത്യം തിരഞ്ഞു പോകണം. നിങ്ങൾക്കറിയാം നുണ പെട്ടെന്ന് പരക്കും. ഇപ്പം ഇങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ പെട്ടെന്ന് പരന്ന് എല്ലാവരും അത് വിശ്വസിക്കും. ഓ എന്താ ഈ കാണുന്നത്, അങ്ങനെയല്ലേ അങ്ങനെയൊക്കെ. പക്ഷെ സത്യം നിങ്ങൾ അന്വേഷിച്ച് സത്യം വരാൻ കുറച്ച് സമയമെടുക്കും പ്രിയ സഹോദരരെ. അപ്പം അതുകൊണ്ട് ക്രിസ്ത്യാനികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, യഹൂദർ എന്നത് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന, നിങ്ങളെ രക്ഷിക്കാനായിട്ട് ദൈവം കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ജനതയാണ്. അവരെന്ത് ചെയ്താലും അതിന് പിന്നിൽ നന്മയുണ്ട്. യുദ്ധം ചെയ്ത തീവ്രവാദികൾക്കെതിരെയാണ്, അവിടുത്തെ പാവങ്ങൾ രക്ഷിക്കാനാണ്. നിങ്ങൾ ഇറാനിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അവിടുത്തെ പാവങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ ആ തീവ്രവാദികളുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. നിങ്ങളതൊക്കെ അന്വേഷിക്കുക. എന്നിട്ട് വെറുതെ കാണുന്ന കുറേ റീൽസിലും കുറേ ന്യൂസിലും മാത്രം നിങ്ങൾ വിശ്വസിക്കില്ലേ. തീവ്രവാദം എന്ന ക്യാൻസർ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കാനാണ്, നിങ്ങളെയും കൂടി രക്ഷിക്കാനാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഇപ്പോഴുള്ള അവരുടെ ജീവിതവും ആ രക്ഷയും, അവർക്ക് കിട്ടിയ മരുഭൂമി ഇന്ന് മലർവാടിയല്ലേ. 1900 വെറും ഇത്ര വർഷങ്ങൾ കൊണ്ട് 1948 ഒരു ചെറിയ സമയം കൊണ്ട് അവർക്കുണ്ടാകുന്ന ആ വളർച്ച, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, ഈ ചെറു ജനത അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ ഒരു ജനത, കേരളത്തിന് അത്ര പോലും ഇല്ലല്ലേ. അപ്പം ഈ ചെറിയ ജനതയ്ക്ക് ഈ യുദ്ധത്തിൻ്റെ നടുവിൽ എക്കണോമിക് സ്റ്റാറ്റിക്സ് നിങ്ങൾ നോക്കൂ, അവരൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എങ്ങനെ? അപ്പം ഇതൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം അവരുടെ കൂടെയുണ്ട്, ജീവനുള്ള ദൈവമാണ്. ഈ ലോകം മൊത്തം ഒന്നടങ്കം പല വിഗ്രഹങ്ങളുടെ മുമ്പിൽ കുമ്പിട്ട് അവരെയൊക്കെ ദൈവമാക്കി കണക്കാക്കുമ്പോൾ, പല രീതിയിലൂടെ സാത്താൻ കയറി വരുമ്പോൾ അവർ ജീവനുള്ള ദൈവത്തെ കൂട്ടുപിടിച്ചേക്കുന്നേ. ജീവനുള്ള ദൈവമാണ് അവരുടെ കൂടെയുള്ളത്. അത് നമുക്കിപ്പോൾ ഈ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ, ഇല്ലേ? നിങ്ങൾ പറയുന്ന പോലെ അവരെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. അവരെ തള്ളി മാറ്റിയത് എന്തിനായിരുന്നു? നിനക്ക് വേണ്ടിയിട്ടായിരുന്നു. യേശുവായെ മനസ്സിലാക്കാത്ത വിധത്തിൽ അവരുടെ കണ്ണ് കുരുടാക്കി വെച്ചത് നിനക്ക് രക്ഷ കിട്ടാൻ വേണ്ടി, നിനക്ക് വേണ്ടിയിട്ട്. നിന്റെ കണ്ണ് തുറന്ന് നിനക്ക് ഈ ദൈവം ആഗ്രഹിക്കുന്ന മക്കൾക്കെങ്കിലും യേശുവായെ തിരിച്ചറിഞ്ഞ് ഇവരുടെ ഈ വഴിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു. ആ നന്ദിയെങ്കിലും ക്രിസ്ത്യാനിയെ നിങ്ങൾ കാണിക്കി. യഹൂദൻ്റെ കൂടെ നിന്നില്ലെങ്കിലും യഹൂദനെ കുറ്റം പറയാതിരിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കും. നിന്റെ ദൈവത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണ് സംരക്ഷിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. ലോകം മൊത്തം അവരെ പീഡിപ്പിച്ചല്ലേ. അങ്ങനെ ലോകം മൊത്തം ഒരുമിച്ച് നിന്ന് പീഡിപ്പിച്ചിട്ടുള്ള ഒരു ജനത ഇന്ന് ഈ ഭൂമുഖത്തില്ല. അവർ നശിച്ചു, നാരായണക്കല്ല് എന്ത് പറയാ, ഒരു കുറ്റിയാണ് ശേഷിച്ചത്. ആ വിശുദ്ധ കുറ്റിയാണ് ഇന്ന് ഈ നിലയിലാകി നിൽക്കുന്നത്. ദത്തെടുത്ത മക്കൾ സ്വന്തം മക്കളെ ദ്രോഹിക്കുന്നു എന്നറിഞ്ഞാൽ ഏതപ്പനാ വെറുതെ ഇരിക്കുക? അടിച്ച് പുറത്താക്കൂലേ? അതുകൊണ്ട് ഓർത്തുകൊള്ളുക ക്രിസ്ത്യാനികളെ, ബി അലർട്ട്. അതിനാൽ തീവ്രവാദികളെക്കെതിരെ ശരീരം കൊണ്ട് പോരാടുന്ന അവരെ പ്രാർത്ഥനയിലെങ്കിലും നിങ്ങൾ ഓർത്ത് ആത്മീയ സപ്പോർട്ടെങ്കിലും നിങ്ങൾ ചെയ്യും. എന്താ പറയുക, എന്തായാലും ഇസ്രായേൽ നശിക്കില്ല. അതിനുള്ള സമയമായിട്ടില്ല. ലോകാവസാനം ആണ്, ആവാറായി ലോകാവസാനം. ആ സമയത്ത് ദൈവം അരുളി ചെയ്ത പ്രവചനങ്ങൾ നിറവേറും. എല്ലാവരും കൂടി, ചുടാപ്പികളെല്ലാം കൂടി, അതിനു മുമ്പൊക്കെ ഇന്ത്യക്ക് അവരുടെ കയ്യിലായിക്കഴിയും. ആ സുഡാപ്പികളെല്ലാം വന്നിട്ട് ലോകം മൊത്തം അവരുടെ ചുറ്റും നിന്ന് വളഞ്ഞ് വിശുദ്ധ ജനത്തെ പീഡിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ദൈവത്തിൻ്റെ എൻട്രി വരുന്നത്, അവസാനം അല്ലേ. അപ്പോൾ ആ പ്രവചനങ്ങളെല്ലാം നിറവേറ്റപ്പെടും അല്ലേ. അപ്പം അതിനധികമൊന്നും സമയമില്ല മക്കളെ. ന്യായവിധിക്കായിട്ട് ഓരോരുത്തരും ഒരുങ്ങിയിരുന്നോ. നമ്മുടെ തലമുറയിൽ തന്നെ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾ അറിയാതെയാണ് എങ്കിലും സഹോദരനായ യഹൂദനെതിരെ സംസാരിച്ചാൽ നിങ്ങൾ ന്യായവിധിക്ക് കാരണമാകുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അതിനുള്ള ശിക്ഷ ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക.
ബിയലത്ത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ നിർത്താണ്. അപ്പോൾ എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദ റബ്ബ. ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ദേവാലയം, മിക്ദാഷ്. സ്പെല്ലിങ് MIKDASH, മിക്ദാഷ്, ദേവാലയം. അപ്പോൾ ഞാൻ നിർത്താണ്. എല്ലാവർക്കും തോദ റബ്ബ. എന്നെ ഇതിനായി ശക്തിപ്പെടുത്തിയ എൻ്റെ ആബയ്ക്ക് തോദ ആവിച്ച്.